ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇപ്പോൾ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എക്സാമിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്ന MCQ സീരീസിൻ്റെ ഫസ്റ്റ് സെഷനാണിത്. ഇപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ MCQ ഇനി മുതൽ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഞങ്ങളുടെ ഓൺലൈൻ SDO പെയ്ഡ് ക്ലാസ്സസിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ഞങ്ങളുടെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഡയറക്റ്റായിട്ട്. കൂടുതൽ MCQസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രൈം ഫങ്ഷൻ ഓഫ് അക്കൗണ്ടിങ് ഈസ് ടു. അക്കൗണ്ടിങ്ങിൻ്റെ പ്രൈം ഫങ്ഷൻ എന്താണ്? ഓപ്ഷൻ എ, റെക്കോർഡ് ഇക്കണോമിക് ഡാറ്റ. ഓപ്ഷൻ ബി, പ്രൊവൈഡ് ദ ഇൻഫോർമേഷണൽ ബേസിസ് ഫോർ ആക്ഷൻ. ഓപ്ഷൻ സി, ക്ലാസിഫൈ ആൻഡ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. ഓപ്ഷൻ ഡി, അറ്റൈൻ നോൺ എക്കണോമിക് ഗോൾസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണ്? പ്രൈം ഫങ്ഷൻ ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ പ്രൈം ഫങ്ഷൻ എന്താണ്? റെക്കോർഡ് ഇക്കണോമിക് ഡാറ്റ. ഓപ്ഷൻ എ, റെക്കോർഡ് എക്കണോമിക് ഡാറ്റയാണ് ആൻസർ. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ എ പാർട്ട് ഓഫ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്തിൻ്റെ പാർട്ടാണ്? ഓപ്ഷൻ എ, അക്കൗണ്ടിങ്. ഓപ്ഷൻ ബി, ബുക്ക് കീപ്പിംഗ്. ഓപ്ഷൻ സി, ഓൾ ഓഫ് ദി എബവ്. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദി എബവ്. അപ്പോൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്തിൻ്റെ പാർട്ടാണ്? അക്കൗണ്ടിങ്ങിൻ്റെ പാർട്ടാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ഓഫ് ദ ഫോളോയിങ് ആർ ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ് എക്സെപ്റ്റ്. താഴെ പറയുന്നതിൽ എല്ലാം അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷനാണ്, പക്ഷേ എക്സെപ്റ്റ് അതിലൊന്ന് അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷനല്ല, അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, ഡിസിഷൻ മേക്കിംഗ്. ഓപ്ഷൻ ബി, മെഷർമെൻറ്റ്. ഓപ്ഷൻ സി, ഫോർകാസ്റ്റിംഗ്. ഓപ്ഷൻ ഡി, ലെഡ്ജർ പോസ്റ്റിംഗ്. ആൻസർ ഇതാണ്, ഓപ്ഷൻ ഡി, ലെഡ്ജർ പോസ്റ്റിംഗ്. അപ്പോൾ ലെഡ്ജർ പോസ്റ്റിംഗ് എന്താണ്? അക്കൗണ്ടിങ് സൈക്കിളിൽ വരുന്നതാണ്. അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസ് ആണ് ഡിസിഷൻ മേക്കിങ്ങും മെഷർമെൻറ്റും ഫോർകാസ്റ്റും. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബുക്ക് കീപ്പിംഗ് ഈസ് മെയിൻലി കൺസേൺഡ് വിത്ത്. ബുക്ക് കീപ്പിംഗിൽ എന്തൊക്കെയാണ് വരുന്നത്? ഓപ്ഷൻ എ, റെക്കോർഡിംഗ് ഓഫ് ഫിനാൻഷ്യൽ ഡാറ്റ. ഓപ്ഷൻ ബി, ഡിസൈനിങ് ദ സിസ്റ്റം ഇൻ റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിംഗ് ദി റെക്കോർഡഡ് ഡാറ്റ. ഓപ്ഷൻ സി, ഇൻ്റർപ്രറ്റിംഗ് ദ ഡാറ്റ ഫോർ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ്. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദി എബവ്. അപ്പം ബുക്ക് കീപ്പിങ്ങിൻ്റെ മെയിനായിട്ട് കൺസേൺ ചെയ്യുന്നത്, ബുക്ക് കീപ്പിങ്ങിൽ മെയിനായിട്ട് കൺസേൺ ചെയ്യുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ്, റെക്കോർഡിംഗ് ഓഫ് ഫിനാൻഷ്യൽ ഡാറ്റ. അപ്പോൾ റെക്കോർഡിംഗ് ഓഫ് ഫിനാൻഷ്യൽ ഡാറ്റയെ വിളിക്കുന്നതാണ് ബുക്ക് കീപ്പിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്, ഫോർ ദ പർപ്പസ് ഓഫ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഇൻക്ലൂഡ് ഓൾ ഓഫ് ഫോളോയിങ് എക്സെപ്റ്റ്. അപ്പം അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൻ്റെ പേർപ്പസിൽ താഴെ പറയുന്നവയെല്ലാം വരും, പക്ഷേ എക്സെപ്റ്റ് ഒന്നൊഴികെ ബാക്കിയെല്ലാം. അത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ, ഇൻ്റർപ്രറ്റ് ആൻഡ് റെക്കോർഡ് ദ എഫക്റ്റ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. Option B, classify the effect of transaction to facilitate the preparation of reports. Option D, dictate the specific type of business enterprise transactions that the enterprise may engage in. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്, ഡിക്റ്റേറ്റ് ദ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ബിസിനസ് എൻ്റർപ്രൈസ് ട്രാൻസാക്ഷൻ ദാറ്റ് ദ എൻ്റർപ്രൈസ് മേ എൻഗേജ് ഇൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഡു നോട്ട് കൺസിഡർ. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് താഴെ പറയുന്നവയിൽ എന്തിനെയാണ് കൺസിഡർ ചെയ്യാത്തതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, അസറ്റ്സ് എക്സ്പ്രസ്ഡ് ഇൻ മോണിറ്ററി ടേംസ്. ഓപ്ഷൻ ബി, ലയബിലിറ്റീസ് എക്സ്പ്രസ്ഡ് ഇൻ മോണിറ്ററി ടേംസ്. ഓപ്ഷൻ സി, ഓൺലി അസറ്റ്സ് എക്സ്പ്രസ്ഡ് ഇൻ നോൺ മോണിറ്ററി ടേംസ്. ഓപ്ഷൻ ഡി, അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എക്സ്പ്രസ്ഡ് ഇൻ നോൺ മോണിറ്ററി ടേംസ്. ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്, അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എക്സ്പ്രസ്ഡ് ഇൻ നോൺ മോണിറ്ററി ടേംസ്. നോൺ മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യുന്ന അസറ്റ്സും ലയബിലിറ്റീസും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കൺസിഡർ ചെയ്യുന്നില്ല. സെവൻത്ത് ക്വസ്റ്റ്യൻ, യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ ഇൻക്ലൂഡ്. അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ്റെ യൂസേഴ്സ് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ, ട്രേഡ് പേയബിൾസ് ഓർ സപ്ലയേഴ്സ്. ഓപ്ഷൻ ബി, ലെൻഡേഴ്സ്. ഓപ്ഷൻ സി, കസ്റ്റമേഴ്സ്. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബവ്. അപ്പോൾ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ്റെ യൂസറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എല്ലാ കാര്യങ്ങളും. ഓപ്ഷൻ എയും ബിയും സിയും റെഡിയാണ്. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ് ഈസ് അസർട്ടൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ്. ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണ് അസർട്ടൈൻ ചെയ്യുന്നത്? അതിൻ്റെ ബേസിസ് എന്താണെന്നുള്ളതാണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, റെക്കോർഡ്സ് പ്രിപ്പയർഡ് അണ്ടർ ബുക്ക് കീപ്പിംഗ് പ്രോസസ്. ഓപ്ഷൻ ബി, ട്രയൽ ബാലൻസ്. ഓപ്ഷൻ സി, അക്കൗണ്ടിംഗ് റിപ്പോർട്ട്സ്. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദി എബവ്. ഫിനാൻഷ്യൽ പൊസിഷൻ അസർട്ടൈൻ ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണ്? അക്കൗണ്ടിംഗ്
റിപ്പോർട്ട്സിൻ്റെ ബേസിലാണ്. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ സി അക്കൗണ്ടിങ് റിപ്പോർട്ട്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സബ് ഫീൽഡ് ഓഫ് അക്കൗണ്ടിങ്? അക്കൗണ്ടിങ്ങിൻ്റെ സബ് ഫീൽഡിൽ വരാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? അതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, ഓപ്ഷൻ ബി കോസ്റ്റ് അക്കൗണ്ടിങ്, ഓപ്ഷൻ സി ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, ഓപ്ഷൻ ഡി ബുക്ക് കീപ്പിംഗ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ് ബുക്ക് കീപ്പിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, on March 31st, 2011, after sales of goods worth ₹2,000, he left with the closing inventory of 10,000. This is, but 31st March 2011 ₹2,000 സെയിൽസ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ക്ലോസിംഗ് ഇൻവെൻട്രി ആയിട്ട് ₹10,000 ഉണ്ടായിരുന്നു. ₹10,000 ക്ലോസിംഗ് ഇൻവെൻട്രി ഉണ്ടായിരുന്നു. ഇത് എന്താണെന്നാണ്? ഓപ്ഷൻ എ an event, ഓപ്ഷൻ ബി a transaction, option C a transaction as well as an event, option D neither a transaction nor an event. Answer option A ആണ് an event. Next question, on January 1st Sohan paid rent ₹5,000. This can be classified as, January 1st സോഹൻ ₹5,000 റെൻറ്റ് പേ ചെയ്തു. ഇത് എന്താണ്? ഇതിനെങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ഓപ്ഷൻ എ an event, option B a transaction, option C a transaction as well as an event, option D neither a transaction nor an event. അപ്പോൾ ഇത് ബിസിനസ്സിനെ സംബന്ധിച്ച് എന്താണ്? ഒരു ട്രാൻസാക്ഷൻ ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി എ ട്രാൻസാക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a businessman purchased goods for ₹25 lakh and sold 80% of such goods during the accounting year ended 31st March 2011. The market value of remaining goods was 4 lakh. He valued the closing inventory at cost. He violated the concept of, ഒരു ബിസിനസ്മാൻ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു. 25 ലാക്കിനാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ 80% അദ്ദേഹം സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 80%, 25 ലാക്കിൻ്റെ 80% എന്ന് പറയുന്നത് എത്രയാണ്? 20 ലാക്കിൻ്റെ ഗുഡ്സും അദ്ദേഹം സെയിൽ ചെയ്തു. അപ്പോൾ ബാലൻസ് ഉള്ളത് എത്രയാണ്? 5 ലാക്കിൻ്റെ ഗുഡ്സാണ്. പക്ഷേ ആ ഗുഡ്സിന് ഇപ്പം മാർക്കറ്റിലെ വാല്യൂ 4 ലാക്ക് മാത്രമാണ്. അപ്പോൾ അദ്ദേഹം എന്തായി? കോസ്റ്റ് പ്രൈസ് തന്നെ അതിനെ വാല്യൂ ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഏത് കോൺസെപ്റ്റിനെയാണ് വയലേറ്റ് ചെയ്തിട്ടുള്ളത്? അതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ മണി മെഷർമെൻറ്റ്, ഓപ്ഷൻ ബി കൺസർവേറ്റിസം, ഓപ്ഷൻ സി കോസ്റ്റ്, ഓപ്ഷൻ ഡി പീരിയോഡിസിറ്റി. അപ്പോൾ ഇതിന് വയലേറ്റ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി കൺസർവേറ്റിസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാപിറ്റൽ ബോട്ട് ഇൻ ബൈ ദ പ്രൊപ്രൈറ്റർ ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. അപ്പം പ്രൊപ്രൈറ്റർ കൊണ്ടുവന്നിട്ടുള്ള ക്യാപിറ്റൽ എന്തിൻ്റെ എക്സാമ്പിളാണ്? ഓപ്ഷൻ എ ഇൻക്രീസ് ഇൻ അസറ്റ് ആൻഡ് ഇൻക്രീസ് ഇൻ ലയബിലിറ്റി, ഓപ്ഷൻ ബി ഇൻക്രീസ് ഇൻ ലയബിലിറ്റി ആൻഡ് ഡിക്രീസ് ഇൻ അസറ്റ്, ഓപ്ഷൻ സി ഇൻക്രീസ് ഇൻ അസറ്റ് ആൻഡ് ഡിക്രീസ് ഇൻ ലയബിലിറ്റി, ഓപ്ഷൻ ഡി ഇൻക്രീസ് ഇൻ വൺ അസറ്റ് ആൻഡ് ഡിക്രീസ് ഇൻ അനദർ അസറ്റ്. അപ്പോൾ ഈ ഓപ്ഷനിൽ ആൻസർ, കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്, ഇൻക്രീസിങ് അസറ്റ് ആൻഡ് ഇൻക്രീസ് ഇൻ ലയബിലിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അസറ്റ്സ് ആർ ഹെൽഡ് ഇൻ ദ ബിസിനസ് ഫോർ. ബിസിനസ്സിൽ അസറ്റ്സിനെ ഹെൽഡ് ചെയ്യുന്നത് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ്? അപ്പോൾ ഓപ്ഷൻ എ റീസെയിൽ, ഓപ്ഷൻ ബി കൺവേർഷൻ ഇൻ ടു ക്യാഷ്, ഓപ്ഷൻ സി ഏർണിംഗ് റവന്യൂ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബവ്. ഇതിൽ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്, റവന്യൂ ഏൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബിസിനസ് അസറ്റ്സിനെ ഹെൽഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റവന്യൂ ഫ്രം സെയിൽ ഓഫ് പ്രോഡക്റ്റ് ഈസ് ജനറലി റിയലൈസ്ഡ് ഇൻ ദ പീരീഡ് ഇൻ വിച്ച്. അപ്പം പ്രൊഡക്റ്റ് സെയിൽ ചെയ്തു, അതിൽ നിന്നുണ്ടായ റവന്യൂ ഏത് ഇയറിലാണ് അല്ലെങ്കിൽ ഏത് പീരീഡിലാണ് അതിനെ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്? ജനറലി റിയലൈസ് ചെയ്യുന്നത് ഏത് പീരീഡിലാണ്? ഓപ്ഷൻ എ ക്യാഷ് ഈസ് കളക്റ്റഡ്, ഓപ്ഷൻ ബി സെയിൽ ഈസ് മെയ്ഡ്, ഓപ്ഷൻ സി പ്രൊഡക്റ്റ് ആർ മാനുഫാക്ചേർഡ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബവ്. ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഏത് വർഷമാണോ സെയിൽ നടന്നിട്ടുള്ളത് ആ പീരീഡിലാണ് അതിനെ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോൺസെപ്റ്റ് ഓഫ് കൺസർവേറ്റിസം വെൻ അപ്ലൈഡ് ടു ദി ബാലൻസ് ഷീറ്റ് റിസൾട്ട്സ്. മീൻസ് കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ ബാലൻസ് ഷീറ്റിൽ കൊണ്ടുവരുന്ന സമയത്ത്, ആ ഒരു പ്രിൻസിപ്പിൾ കൊണ്ടുവരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഓപ്ഷൻ എ അണ്ടർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ്സ്, ഓപ്ഷൻ ബി ഓവർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ്സ്,
ഓപ്ഷൻ സി ഓവർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബവ്. ആൻസർ ഓപ്ഷൻ എ ആണ്, അണ്ടർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ്സ്. ഇപ്പോൾ കൺസർവേറ്റിസം പ്രിൻസിപ്പിളിനെ ബാലൻസ് ഷീറ്റിൽ കൊണ്ടുവരുന്ന സമയത്ത് അസറ്റ്സിൻ്റെ വാല്യൂ റിഡ്യൂസ് ചെയ്യും. അപ്പോൾ ഓപ്ഷൻ എ അണ്ടർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, economic life of an enterprise is split into the periodic interval to measure its performance is as per. അപ്പോൾ ഏത് പ്രിൻസിപ്പിളിൻ്റെ പ്രകാരമാണ് എക്കണോമിക് ലൈഫ്, ബിസിനസ്സിൻ്റെ എക്കണോമിക് ലൈഫിനെ പീരിയോഡിക് ഇൻ്റർവെല്ലായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ എൻറ്റിറ്റി കോൺസെപ്റ്റ്, ഓപ്ഷൻ ബി മാച്ചിങ് കോൺസെപ്റ്റ്, ഓപ്ഷൻ സി പീരിയോഡിസിറ്റി, ഓപ്ഷൻ ഡി അക്രൂവൽ. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്, പീരിയോഡിസിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറ്റർമിനേഷൻ ഓഫ് എക്സ്പെൻസസ് ഫോർ ആൻ അക്കൗണ്ടിങ് പീരീഡ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ്. ഇപ്പോൾ എക്സ്പെൻസിൻ്റെ ഡിറ്റർമിനേഷൻ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഏത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിൻ്റെ ബേസിലാണ്? ഓപ്ഷൻ എ ഒബ്ജക്റ്റിവിറ്റി, ഓപ്ഷൻ ബി മെറ്റീരിയാലിറ്റി, ഓപ്ഷൻ സി മാച്ചിങ്, ഓപ്ഷൻ ഡി പീരിയോഡിസിറ്റി. ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ഓപ്ഷൻ സി മാച്ചിങ് കോൺസെപ്റ്റ്. മാച്ചിങ് കോൺസെപ്റ്റ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 20th ക്വസ്റ്റ്യൻ ആണ്, ഡിക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് ട്രേഡ് പേയബിൾ റിസൾട്ട്സ്. ട്രേഡ് പേയബിളിൻ്റെ എമൗണ്ട് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഉണ്ടാകുന്നത്? ഓപ്ഷൻ എ ഇൻക്രീസ് ഇൻ ക്യാഷ്, ഓപ്ഷൻ ബി ഡിക്രീസ് ഇൻ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ട്, ഓപ്ഷൻ സി ഡിക്രീസ് ഇൻ അസെറ്റ്, ഓപ്ഷൻ ഡി നോ ചേഞ്ച് ഇൻ അസെറ്റ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. ട്രേഡ് പേയബിൾസ് പേ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും? നമ്മുടെ കയ്യിലുള്ള ക്യാഷ് റെഡ്യൂസ് ചെയ്യും. ഡിക്രീസ് ഇൻ അസെറ്റ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 21st ക്വസ്റ്റ്യൻ, ഇൻ ഡബിൾ എൻട്രി സിസ്റ്റം എവറി ബിസിനസ് ട്രാൻസാക്ഷൻസ് എഫക്റ്റ്. ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ എല്ലാ ബിസിനസ് ട്രാൻസാക്ഷനും എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ സെയിം അക്കൗണ്ട്, ഓപ്ഷൻ ബി ടു അക്കൗണ്ട്സ്, ഓപ്ഷൻ സി സെയിം സൈഡ് ഓഫ് ദി സെയിം അക്കൗണ്ട്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്, ടു അക്കൗണ്ട്സ്. ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ ബിസിനസ് ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് അത് രണ്ട് അക്കൗണ്ടുകളെ ബാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോമിനൽ അക്കൗണ്ട്? താഴെ തന്നിരിക്കയിൽ ഏതാണ് നോമിനൽ അക്കൗണ്ട്? ഓപ്ഷൻ എ ഡ്രോയിങ്സ് അക്കൗണ്ട്, ഓപ്ഷൻ ബി ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻട്രസ്റ്റ് അക്കൗണ്ട്, ഓപ്ഷൻ സി സാലറി അക്കൗണ്ട്, ഓപ്ഷൻ ഡി മെഷീനറി അക്കൗണ്ട്. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്, സാലറി അക്കൗണ്ട് ആണ് നോമിനൽ അക്കൗണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റിയൽ അക്കൗണ്ട്? താഴെ തന്നിരിക്കുന്നതിൽ റിയൽ അക്കൗണ്ട് ഏതാണ്? ഓപ്ഷൻ എ ഡ്രോയിങ്സ് അക്കൗണ്ട്, ഓപ്ഷൻ ബി ഔട്ട്സ്റ്റാൻഡിംഗ് റെൻറ്റ് അക്കൗണ്ട്, ഓപ്ഷൻ സി ബാങ്ക് അക്കൗണ്ട്, ഓപ്ഷൻ ഡി ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട്. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് റിയൽ അക്കൗണ്ട്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് ആണ് ഇതിൽ റിയൽ അക്കൗണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് അക്കൗണ്ട് ഈസ് നോട്ട് എ റിയൽ അക്കൗണ്ട്? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് റിയൽ അക്കൗണ്ട് അല്ലാത്തത്? ഓപ്ഷൻസ്, ഓപ്ഷൻ എ ബിൽഡിംഗ് അക്കൗണ്ട്, ഓപ്ഷൻ ബി ബാങ്ക് അക്കൗണ്ട്, ഓപ്ഷൻ സി ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട്, ഓപ്ഷൻ ഡി ഗുഡ്വിൽ അക്കൗണ്ട്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് എന്തല്ല? റിയൽ അക്കൗണ്ട് അല്ല, അത് പേഴ്സണൽ അക്കൗണ്ട് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിഡ്രോവൽ ബൈ ദ പ്രൊപ്രൈറ്റർ വുഡ്. പ്രൊപ്രൈറ്റർ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ, മീൻസ് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ യൂസിന് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്നാണ്. ഓപ്ഷൻ എ റെഡ്യൂസ് ബോത്ത് അസറ്റ്സ് ആൻഡ് ഓണേഴ്സ് ഇക്വിറ്റി, ഓപ്ഷൻ ബി റെഡ്യൂസ് അസറ്റ്സ് ആൻഡ് ഇൻക്രീസ് ലയബിലിറ്റീസ്, ഓപ്ഷൻ സി റെഡ്യൂസ് ഓണേഴ്സ് ഇക്വിറ്റി ആൻഡ് ഇൻക്രീസ് ലയബിലിറ്റി, ഓപ്ഷൻ ഡി നോ ചേഞ്ച്. ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണ്? ഓണർ വിഡ്രോ എന്ന സമയത്ത് സംഭവിക്കുന്ന എന്താണ്? റെഡ്യൂസ് ബോത്ത് അസറ്റ്സ് ആൻഡ് ഓണേഴ്സ് ഇക്വിറ്റി. ഓണറിൻ്റെ ഇക്വിറ്റിയും അതുപോലെ തന്നെ അസറ്റ്സിൻ്റെ വാല്യൂ റെഡ്യൂസ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡബിൾ എൻട്രി സിസ്റ്റം റെഫേഴ്സ് ടു. എന്താണ് ഡബിൾ എൻട്രി സിസ്റ്റം? ഓപ്ഷൻ എ എൻട്രി ഇൻ ടു സെറ്റ്സ് ഓഫ് ബുക്സ്, ഓപ്ഷൻ ബി എൻട്രി ഫോർ ടു ആസ്പെക്ട്സ് ഓഫ് ദ ട്രാൻസാക്ഷൻസ്, ഓപ്ഷൻ സി എൻട്രി അറ്റ് ടു ഡേറ്റ്സ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്, എൻട്രി ഫോർ ടു ആസ്പെക്റ്റ് ഓഫ് ദി ട്രാൻസാക്ഷൻ. ട്രാൻസാക്ഷൻ്റെ രണ്ട് ആസ്പെക്ട്സിന് എൻട്രി ചെയ്യുന്നതാണ് ഡബിൾ എൻട്രി സിസ്റ്റം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
വിച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് റെപ്രസെൻറ്റ്സ് ദ അക്കൗണ്ടിങ് ഇക്വേഷൻ അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ഓണേഴ്സ് ഇക്വിറ്റി. അപ്പോൾ ഏത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് അക്കൗണ്ടിങ് ഇക്വേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ഓപ്ഷൻ ബി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ, ഓപ്ഷൻ സി ബാലൻസ് ഷീറ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബവ്. ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് ബാലൻസ് ഷീറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ കേസ് ഓഫ് എ ഡെപ്റ്റ് ബിക്കമിങ് ബാഡ് ദ എമൗണ്ട് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു. അപ്പോൾ ഒരു ഡെപ്റ്റ് ബാഡ് ആവുകയാണെങ്കിൽ, ബാഡ് ഡെപ്റ്റ് ആയി മാറുകയാണെങ്കിൽ എമൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യേണ്ടത് എവിടെയാണ്? ഓപ്ഷൻ എ ട്രേഡ് റിസീവബിൾസ് അക്കൗണ്ട്, ഓപ്ഷൻ ബി ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട്, ഓപ്ഷൻ സി ക്യാഷ് അക്കൗണ്ട്, ഓപ്ഷൻ ഡി സെയിൽസ് അക്കൗണ്ട്. ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ് ട്രേഡ് റിസീവബിൾ അക്കൗണ്ട്. ഇപ്പോൾ ബാഡ് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ഏതാണ്? ട്രേഡ് റിസീവബിൾസ് അക്കൗണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെൻറ്റ് പെയ്ഡ് ടു ലാൻഡ് ലോഡ് ഈസ് ക്രെഡിറ്റഡ് ടു ലാൻഡ് ലോഡിന് റെൻറ്റ് പേ ചെയ്യുകയാണെങ്കിൽ അത് ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഏത് അക്കൗണ്ടിലാണ്? ഓപ്ഷൻ എ ലാൻഡ് ലോഡ്സ് അക്കൗണ്ട്, ഓപ്ഷൻ ബി റെൻറ്റ് അക്കൗണ്ട്, ഓപ്ഷൻ സി ക്യാഷ് അക്കൗണ്ട്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബവ്. ആൻസർ ഇതാണ് ഓപ്ഷൻ സി ക്യാഷ് അക്കൗണ്ട്. റെൻറ്റ് ലാൻഡ് ലോഡിന് പേ ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് ചെയ്യേണ്ടത് റെൻറ്റ് അക്കൗണ്ടും ക്രെഡിറ്റ് ചെയ്യേണ്ടത് ക്യാഷ് അക്കൗണ്ടും ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 30th ക്വസ്റ്റ്യൻ, ദ ഡെപ്റ്റ് റിട്ടേൺ ഓഫ് ആസ് ബാഡ് ഇഫ് റിക്കവേർഡ് സബ്സിക്വൻ്റ്ലി ആർ. മീൻസ് ഡെപ്റ്റ് റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് പിന്നീട് റിക്കവർ ചെയ്യുന്നു, അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഓപ്ഷൻ എ ക്രെഡിറ്റഡ് ടു ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് അക്കൗണ്ട്, ഓപ്ഷൻ ബി ക്രെഡിറ്റഡ് ടു ട്രേഡ് റിസീവബിൾസ് അക്കൗണ്ട്, ഓപ്ഷൻ സി ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബവ്. ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണ്? ക്രെഡിറ്റഡ് ടു ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് അക്കൗണ്ട്. ഓപ്ഷൻ എ credited to bad debt recovered account. Thank you.